ഹലോ ഗൈസ്, അപ്പോൾ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് മോഹൻലാൽ ചോദിച്ചത് ഈ ആഴ്ചയിലെ പവർ ടീമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിന് അപ്സര മറുപടി പറഞ്ഞത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി, അത്യാവശ്യം തമാശയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പവർ ടീം കുഴപ്പമില്ലാത്ത ഒരു ടീമായിരുന്നെന്നാണ് അപ്സര പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും അതിനകത്തേക്ക് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. ജിൻഡോയ്ക്ക് അതിനകത്തേക്ക് ചായ ഇട്ട് തരാൻ പറഞ്ഞപ്പോഴേക്കും ചായ ഇട്ട് കൊടുത്തില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റൊക്കെ മോഹൻലാലിനോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ ആയിട്ട് അർജുൻ പറഞ്ഞത്, ഞങ്ങളൊരു മീറ്റിങ്ങിൽ എടുത്തൊരു തീരുമാനമാണ്, ആ ഒരു സമയത്ത് അങ്ങനെ ഇട്ട് കൊടുക്കണ്ട എന്നുള്ള ഒരു റീസൺ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള ജാൻമണി ദാസിനെ വറുത്ത് ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ജാൻമണി നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു എന്താ പറയുക, അവരൊരു കാസ്റ്റിൻ്റെ ഇതായിരിക്കണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ശപിക്കുന്ന ഒരു ഇത്. അപ്പം മോഹൻലാൽ എന്ത് ചെയ്തു, ഓരോരുത്തരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോയെന്ന്. ഫസ്റ്റ് ശ്രീധുവിനോട് ചോദിച്ചപ്പോൾ ശ്രീധു പറഞ്ഞു, ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് ശ്രീധു പറഞ്ഞത്. ഇതിനിടെ ഋഷിനോട് ചോദിച്ചു, ഋഷിക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൂടെ, കേട്ടിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പല സമയത്തും കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഋഷി പറഞ്ഞത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ജാൻമണി ദാസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പോകാറുണ്ടെന്നുള്ളതാണ് പറഞ്ഞത്. എന്നിട്ടും ഇടയ്ക്ക് ഋഷി പറയുന്നുണ്ട്, 2 അടിയുടെ കുറവ് ചേച്ചിക്ക് ഉണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യം. അടുത്തതായിട്ട് അൻസിബയോട് ചോദിച്ചു, അൻസിബ താങ്കളല്ലേ ഏറ്റവും അടുത്ത സുഹൃത്ത്, അതായത് ജാൻമണിദാസിൻ്റെ അടുത്ത സുഹൃത്ത് താങ്കളല്ലേ, താങ്കൾക്കതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനും ചേച്ചിയോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് പല സമയത്തും പേടി തോന്നിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ കാണുന്നത് തന്നെ ആദ്യമായിട്ടെന്നാണ് നമ്മുടെ അൻസിബ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, ജാൻമണിദാസ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ, ഇതൊരു ഷോയല്ലേ, അപ്പോൾ പല സമയത്തും നിങ്ങളൊരു ക്യാപ്റ്റൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജാൻമണിദാസ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല സാറെന്ന്. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, എന്നാൽ നമുക്കതൊന്ന് വീഡിയോ തന്നെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. എന്താ പറയുക, നമ്മൾ ഏകദേശം എപ്പിസോഡുകളിൽ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയുടെ പല സീനും എനിക്ക് തോന്നുന്നു ജാൻമണിദാസ് എടുത്ത് പയറ്റിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ട്. കാരണം വെച്ചാൽ അത്ര മാത്രം ഒരു ലെവല് തെറ്റിയ ഒരവസ്ഥയായിരുന്നു. പല സമയത്തും ബോധം കെട്ട് വീഴുന്നൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായി. അതിനകത്ത് തന്നെ ഒരു പ്രാവശ്യം അർജുൻ പറയുന്നുണ്ട്, ഇത് സാർ എനിക്ക് ജെന്യൂനായിട്ട് തോന്നിയിട്ടില്ല കാരണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അതിന് ജാൻമണിദാസ് പറയുന്നുണ്ട്, നന്നായിരിക്കട്ടെ അർജുന, അങ്ങനെ ഒരു കമൻസ് കേട്ടതിന് നന്നായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നാലും നല്ലൊരു വാണിംഗ് ഒക്കെയാണ് മോഹൻലാൽ ജാൻമണിദാസിന് കൊടുത്തത്. കാരണം ഇതൊരു ഷോയാണ്, നമ്മുടെ ദേഷ്യം നിയന്ത്രിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുതെന്നൊക്കെ ഉള്ളൊരു വാണിംഗ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് മോഹൻലാൽ ചോദിച്ചത് ബിഗ് ബോസ് വീട്ടിലെ സുഹൃബന്ധത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് ഒരു മറുപടി പറഞ്ഞത് അപ്സരയാണ്. അപ്പോൾ അപ്സരയുടെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത്, കൂട്ടുകെട്ടൊക്കെ ഭയങ്കരമായിട്ട് കൂടി വിഷമിച്ചൊന്നും വരരുത് എന്നുള്ള കാര്യമാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടതെന്ന് അപ്സര പറയുന്നത്. ഇവിടെ വന്നിട്ടും എടുത്ത തീരുമാനവും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഒരു കുറച്ച് പേരെ കിട്ടിയപ്പോഴേക്കും ഒരു ടീമായിട്ട് നല്ലപോലെ കളിക്കാമെന്നൊക്കെ ഉള്ളൊരു തീരുമാനം എടുത്ത് അവർ 4 പേര് ആരൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ശ്രീധു, ശരണ്യ, നോറ, അപ്സര. അപ്പം അവരുടെ പുറത്താണെങ്കിൽ പോലും അവരുടെ ഒരു കൂട്ടുകെട്ടിനെ എല്ലാവരും നല്ല രീതിയിലാണ് പറയുന്നത്. മോഹൻലാണെങ്കിൽ പോലും ഇന്നലെ അത് നല്ലൊരു സുഹൃബന്ധം ആണെന്നുള്ള ഒരു കാര്യമാണ് അവരോട് പറഞ്ഞത്. അതുപോലെ തന്നെ ജിൻഡയോടും ശ്രീരേഖയോടും ചോദിച്ചപ്പോഴേക്കും പേഴ്സണലി അവർക്ക് ബിഗ് ബോസിനകത്തേക്ക് സുഹൃബന്ധങ്ങളും ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചത്. ജിൻഡോ അതിന് പറയുന്നൊരു റീസൺ എന്ന് പറയുമ്പോഴേക്കും, ഞാൻ കളിച്ച് വിൻ ചെയ്യും എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് ജിൻഡോ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ശ്രീരേഖ പറയുന്നത്, എനിക്ക് പേഴ്സണലി ഇതിനകത്തേക്ക് ഒരു സുഹൃബന്ധമില്ല. അപ്പോൾ മോഹൻലാൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് ഇല്ലാത്തതെന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ജാസ്മിനാണ്. ജാസ്മിൻ്റെ സുഹൃത്ത്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഗബ്രി. എനിക്ക് കംഫർട്ടായിട്ടുള്ള ഒരാൾ ഗബ്രി ആണെന്നാണ് മോഹൻലാലിനോട് പറഞ്ഞത്.
അതുപോലെ തന്നെ കുറച്ച് മറ്റുള്ളവരുടെ മിസ്റ്റേക്കുകൾ ഇങ്ങനെ എടുത്തെടുത്ത് ജാസ്മിൻ പറയുന്ന സമയത്ത് മോഹൻലാൽ പറയുന്നുണ്ട്, പാകപ്പിഴകളൊക്കെ പറയാൻ വരട്ടെ, അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ താങ്കളാണെന്നുള്ള കാര്യം. അപ്പോൾ ആ പോരായ്മയൊന്നും വരണമെന്നുള്ളൊരു വാണിംഗും കൊടുത്തിട്ടാണ് ക്യാപ്റ്റൻ ഇതിനകത്തേക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ജാസ്മിനെ അയക്കിയത്. ജാസ്മിൻ അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരോടും റിക്വസ്റ്റായിട്ട് പറയുന്നുണ്ട്, ജാസ്മിൻ എന്നൊരു വ്യക്തിയെ മറന്നിട്ട് ക്യാപ്റ്റനായിട്ട് നിങ്ങളെല്ലാവരും സ്വീകരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നുള്ളത്. അപ്പം അടുത്ത ദിവസത്തെ അംഗം എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല.